കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സിനിമാ സംവിധായകർ അറസ്റ്റിലായിരിക്കുന്നുവെന്ന നിർണായകമായ വാർത്തയാണ് വരുന്നത്. ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഛായാഗ്രാഹകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. SS ശരണിന്റെ വിശദാംശങ്ങളുമായി. ശരൺ, അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രമുഖരായ 2 സംവിധായകരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. വിനീത, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതായത് ഈ 2 പ്രമുഖ സംവിധായകരാണ് ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് അറസ്റ്റിലായിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു പരിശോധന എക്സൈസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എറണാകുളം എക്സൈസ് വിഭാഗം അവർ ഇത്തരത്തിൽ രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് എത്തുന്നത്. അങ്ങനെ ഫ്ളാറ്റിലെത്തുന്ന സമയത്ത് ഈ 2 സംവിധായകർ, അതായത് ഖാലിദ് റഹ്മാനും ഒപ്പം തന്നെ അഷ്റഫ് ഹംസയ്ക്കും ഒപ്പം മറ്റൊരു സുഹൃത്ത്, അതായത് ഷാലിഫ് മുഹമ്മദ് എന്നീ 3 പേരാണ് ആ ഫ്ളാറ്റിലുണ്ടായിരുന്നത്. ഇവരുടെ പക്കൽ നിന്ന് 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, അതായത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതും എക്സൈസ് കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. അല്പസമയം മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ 3 പേരെയും ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായും കാണേണ്ടത് ഈ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ, അല്ലെങ്കിൽ വലിയ ആക്ഷേപങ്ങൾ തുടരുന്നിടയിലാണ് ഇപ്പോൾ 2 പ്രമുഖ സംവിധായകർ, അതായത് ഖാലിദ് റഹ്മാനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഹിറ്റായ അനവധി ചിത്രങ്ങൾ ഉണ്ട്. ഒപ്പം തന്നെ മറ്റ് പല, അതായത് ആലപ്പുഴ, ജിംഖാന അടക്കമുള്ള സിനിമകളുടെയൊക്കെ സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ. ഇതോടൊപ്പം തന്നെയാണ് അഷ്റഫ് ഹംസയും അറസ്റ്റിലായിരിക്കുന്നത്. ഈ 2 പേർക്ക് പുറമെ സുഹൃത്തായ ഷാലിഫ് മുഹമ്മദിനെ കൂടി എക്സൈസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എക്സൈസ് നിലവിൽ പറയുന്നത് ഇവർ പല തവണയായിട്ട് ഈ ഫ്ളാറ്റിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ലഹരി ഉപയോഗത്തിനായിട്ടാണ് എത്തിയിരുന്നത്. ഇപ്പോൾ കയ്യോടെ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇവരുടെ പക്കൽ നിന്ന് 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. തെളിവോട് കൂടിയാണ് ഇവർ അറസ്റ്റിലായിരിക്കുന്നത്. ശരൺ, നമുക്കറിയാവുന്ന പോലെ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട പ്രതികളിൽ നിന്നും സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് നിർണായകമായ പല വിവരങ്ങളും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇപ്പോൾ എക്സൈസിന്റെ ഒരു സാധാരണ പരിശോധനയായിരുന്നു, അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായിരിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ ഉറവിടം എവിടെയാണ്? ഇവർ നിരന്തരം ലഹരി ഉപയോഗിക്കുന്നവരാണോ തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ്. ഒരു ചെറിയ അളവിലാണ് എന്ന് തോന്നാമെങ്കിൽ പോലും സിനിമാ മേഖലയിലെ ഇത്തരത്തിലെ ലഹരി ഉപയോഗത്തിന്റെ കൃത്യമായ ബന്ധം തന്നെയാണല്ലോ പുറത്തു വരുന്നത്. വിനീത, സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിന്റെ കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കയ്യോടെ തന്നെ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ട 2 പ്രമുഖ സംവിധായകരാണ് ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ എക്സൈസ് പറയുന്നത് ഈ 2 പേരുമല്ല നേരിട്ട് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചിരിക്കുന്നത്. സുഹൃത്തായ ഷാലിഫ് മുഹമ്മദാണ് മറ്റ് ചില സുഹൃത്തുക്കൾ വഴി ഈ ഹൈബ്രിഡ് കഞ്ചാവ് ആ ഫ്ളാറ്റിലേക്ക് എത്തിച്ചത്. അതിനുശേഷമാണ് 3 പേരും ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 3 പേരെയും രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് അവിടെ എത്തി പരിശോധന നടത്തുന്നത്. എക്സൈസിന് നേരത്തെ തന്നെ ഇവരെ സംബന്ധിച്ചുള്ള വിവരം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിന് ഒടുവിൽ കൂടിയാണ് ഇന്നലെ രാത്രി ഇത്തരത്തിൽ 3 പേരും ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കാനായി ഫ്ളാറ്റിൽ കൂടിയിട്ടുണ്ടെന്നുള്ള വിവരം എക്സൈസിന് ലഭിക്കുന്നത്. അങ്ങനെയാണ് എക്സൈസ് സംഘം അവിടേക്ക് എത്തുന്നത്. അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് ഇവരുടെ പക്കൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നത്. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, 1 കിലോയ്ക്ക് 1 കോടിയിലധികം വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ്. വലിയ ഈ തായ്ലാൻഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ച് ഇപ്പോൾ ഇത് വ്യാപകമായ ഉപയോഗത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യണം. ഇതിനിടയിലാണ് ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് ഈ സംവിധായകർ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അതായത് ഇതിന്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ല, 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ്. 20 കിലോ ആണെങ്കിൽ മാത്രമേ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയിട്ട് കണക്കാക്കുകയുള്ളൂ. അതുകൊണ്ടുകൂടിയാണ് ഇവരെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും കാണേണ്ടത്, ഇതിൽ സംവിധായകരുടെ പ്രതികരണവും നമ്മൾ തേടിയിരുന്നതാണ്. ഖാലിദ് റഹ്മാന്റെയും ഒപ്പം അഷ്റഫ് ഹംസയുടെയൊക്കെ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ ഒരു വാക്ക് പോലും മിണ്ടാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പലവിധ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, നിരന്തരമായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് 2 പ്രമുഖ സംവിധായകർ അറസ്റ്റിലാകുമ്പോൾ എന്താണ് പ്രതികരിക്കാനുള്ളത് എന്നുള്ള അടക്കം കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ യാതൊരുവിധ പ്രതികരണവും ഇരുവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. അവർ അവിടെ നിന്ന്
നിന്ന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. അവർ അവിടെ നിന്ന് പോയിരിക്കുന്നു. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ നിറയുന്നു. പ്രത്യേകിച്ച് ചില സിനിമാ സംഘടനകൾ തന്നെ പരസ്യമായി വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇതിൽ നടന്മാർക്കെതിരെ, അതായത് ചില നടന്മാർ സെറ്റുകളിലൊക്കെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് അത് സിനിമാ ഷൂട്ടിങ്ങിനെ പോലും ബാധിക്കുന്ന വിധത്തിലുള്ള ലഹരി ഉപയോഗം ഉണ്ടാകുന്നു. അപ്പോഴാണ് ഇപ്പോൾ 2 സംവിധായകർ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് അറസ്റ്റിലായിരിക്കുന്നത്. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ 3 പേരും അവിടെ എത്തിയത് ലഹരി ഉപയോഗിക്കാനാണ് എന്നുള്ളത് എക്സൈസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ കേസിൽ തന്നെ നിർണായകമായി മാറുക വൈദ്യപരിശോധന ഫലമാണ്, ലഹരി പരിശോധനാ ഫലമാണ്. അതുകൂടി വന്ന ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് എക്സൈസ് കടക്കുക. എന്തായാലും എക്സൈസിന് ഇപ്പോൾ കൈയോടുകൂടി ഈ 2 പ്രമുഖ സംവിധായകരെയും സുഹൃത്തിനെയും പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരൺ തുടരുക. നമുക്ക് ശരത്തിലേക്ക് കൂടി പോകണം. കാരണം ഇതിന്റെ നിർണായകമായ പല വിവരങ്ങളും ലഭിച്ചിട്ടുണ്ടാവുക ഒരുപക്ഷെ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ശരത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. തസ്ലീമ സുൽത്താന ഉൾപ്പെടെയുള്ള ആളുകളെ, ഒരു നിമിഷം നമുക്ക് ഖാലിദ് റഹ്മാന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ശരൺ തേടിയിരുന്നു. ശരൺ പുലർച്ചെ മുതൽ അവിടെ ഉണ്ടായിരുന്നതാണ്. എന്താണ് അവർക്ക് പറയാനുണ്ടായിരുന്നത് എന്ന് കൂടി കേൾക്കാം.